ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന നാളില് ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ് ഒരു പുരുഷനെ സൃഷ്ടിച്ചത്. ഇവിടെ ഒരു പുരുഷനെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ. അവനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തോടു കൂടെ ജീവിക്കാനാണ്. ദൈവം മരണമില്ലാത്തവനും എന്നേക്കും ഉള്ളവനായതുകൊണ്ട് മനുഷ്യനും മരണമില്ലാത്തവനായിട്ട് ദൈവത്തോടുകൂടി എന്നേക്കും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ആദ്യമേ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ആ ഒരേ ഒരു പുരുഷന് ദൈവത്തെ ഉപേക്ഷിച്ച് കളഞ്ഞ് അവൻ സാത്താനെ അല്ലെങ്കിൽ പിശാചിനെ അപ്പനായിട്ട് സ്വീകരിച്ചു. ദൈവത്തിന്റെ കൽപ്പനയെ നിഷേധിച്ച് സാത്താന്റെ കൽപ്പന അനുസരിക്കുക വഴി അവൻ ദൈവത്തിന്റെ പിതൃത്വം ഉപേക്ഷിച്ച് സാത്താനെ അപ്പനായിട്ട് സ്വീകരിച്ചു. അപ്പോൾ പാപം അവനിലേക്ക് വന്നു. അപ്പൊ മനുഷ്യൻ വിശുദ്ധനായിരുന്നെങ്കിലും ആ വിശുദ്ധിയിൽ അവൻ മരിച്ച് അവൻ പാപിയായിട്ട് തീർന്നു. ആ പാപിയായിരിക്കുന്ന മനുഷ്യന് ഇനിയും മരണമില്ലാത്തവനായിട്ട് ജീവിക്കുന്നത് അത് നമുക്ക് തന്നെ വിഷമം, ദൈവത്തെക്കാൾ ഉപരി നമുക്കത് ദുഃഖകരമാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ക്യാൻസർ രോഗിയായിരിക്കുന്ന കഠിനമായിരിക്കുന്ന വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയോട് പറയാണ് നീ ഒരു കാലവും മരിക്കത്തില്ലെന്ന് അവനൊരു വരം കൊടുത്താല് അവൻ പറയും എനിക്ക് ഈ സെക്കൻഡിൽ മരിച്ചാൽ മതി എന്ന്. കാരണം എന്താണ്? അവൻ ആ വേദന സഹിപ്പാൻ കഴിയത്തില്ല. കടബാധ്യതയിലും മറ്റ് നിരാശയിലുമായിരിക്കുന്ന ഒരു വ്യക്തിയോട് പറയാണ് നീ ഒരിക്കലും മരിക്കത്തില്ല, നീ ഇതുപോലെ തന്നെ എന്നും ജീവിക്കുന്നു പറഞ്ഞാല് അവൻ അന്നേരമേ മുഴങ്കാലം മടക്കത്തില്ലയോ, എനിക്ക് വേണ്ട, എന്റെ ജീവിതം ഒന്ന് തീർത്ത് കിട്ടിയാൽ മതി എന്ന് പറയത്തില്ലയോ? അപ്പോൾ ദൈവം മരണം വെച്ചിരിക്കുന്ന ഒരു അനുഗ്രഹം. കാരണം പാപം ചെയ്ത മനുഷ്യന്റെ മക്കളായിരിക്കും നമ്മള്. ഈ ദുഷ്ടലോകത്ത് പാപത്തിന്റെ ചതിമോഹങ്ങൾ പെട്ട് ആയിരിക്കുന്ന പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഈ ഭൂമിയില് ഈ ദ്രവിച്ചു പോകുന്ന ശരീരത്തില് നമ്മള് ഒരിക്കലും മരണമില്ലാത്ത അനുഭവത്തിൽ ജീവിക്കുകയാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ.